മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 14/2/2013 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. രേവതിയാണ്. നക്ഷത്രം രേവതി, 2-ാം പാദം. ഇടവ ലഗ്നം. ലഗ്നത്തിൽ വ്യാഴം. 2, 3, 4, 5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ ശനി, രാഹു. 7, 8 ഭാവങ്ങൾ ശൂന്യം. 9-ൽ ശുക്രൻ. 10-ൽ സൂര്യൻ, കുജൻ, ബുധൻ. 11-ൽ ചന്ദ്രൻ. 12-ൽ കേതു, ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. 2013 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്ക് ഊഹിക്കാം. വളരെ കൊച്ചുകുട്ടിയാണ്. സ്ത്രീ ജാതകമാണിത്. വളരെ വളരെയധികം പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള സാഹചര്യത്തിലൂടെ നിലവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടിയാണിത്. എന്തുകൊണ്ടാണത്? പൊതുവേ ഈ ഗ്രഹനില പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത് അതിഗംഭീരമെന്ന് തോന്നാം. പക്ഷേ സൂക്ഷ്മമായി അതിലേക്ക് കണ്ണോടിച്ചാൽ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്ന ഗ്രഹനില തന്നെയാണത്. പ്രസ്തുത വ്യാഴത്തിൻ്റെ ദൃഷ്ടി 5-ലേക്കും 7-ലേക്കും 9-ലേക്കും വരുന്നുമുണ്ട്. ശരി തന്നെ. പക്ഷേ ബുധദശയിലായിരുന്നു ഈ കുട്ടി ജനിച്ചത്. 2023 വരെ ബുധൻ ഏതാണ്ട് 10 കൊല്ലത്തോളം ബുധദശ 2013 തൊട്ട് 23 ഡിസംബർ വരെ 10 കൊല്ലവും സംതിങ് കുറച്ച് കാലാവധിയും കൂടെ ബുധദശ ഉണ്ടായിരുന്നു. ആ ഒരു പീരീഡ്, ആ ഒരു കാലം എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളോടും എല്ലാവരോടും നിന്നിരുന്ന, പൊതുവേ അച്ഛനും അമ്മയോടുമൊക്കെ വളരെയധികം പ്രതിപത്തി പുലർത്തിയിരുന്ന, ഇൻറ്റിമസി പുലർത്തിയിരുന്ന ഒരു വ്യക്തി. കേതു ദശ എത്തിയ സമയത്ത് 2023 ഡിസംബർ 13 ശേഷം ഉള്ള കാലത്തിൽ അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരികയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയും അവരുമായിട്ടുള്ള ബന്ധങ്ങൾക്കും എല്ലാം തന്നെ ഉലച്ചിൽ തട്ടത്തക്ക രീതിയിലുള്ള, എങ്ങോട്ടാണോ ജീവിതം നേർവഴിയിൽ പോകേണ്ടുന്നത് അതിൻ്റെ നേരെ വിപരീത ദിശയിൽ മാത്രം സഞ്ചരിക്കുന്ന ചിന്തകൾ, എടുത്തു പറയുന്നു ചിന്തകൾ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലൻ, പ്രശ്നക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കണക്റ്റ് ചെയ്യുന്ന സമയത്ത് 5-ലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട്, നല്ലത് തന്നെ. പക്ഷേ വ്യാഴത്തിൻ്റെ 5-ലേക്ക് ഉള്ള ദൃഷ്ടി നല്ലത് എന്ന് പറയുമ്പോഴും 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ഇവിടെ ലഗ്നാൽ 10-ൽ കുജനോടൊത്ത്, ശക്തനായ സൂര്യനോടൊത്ത് നിൽക്കുന്നു. കുജൻ വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ നവാംശത്തിലും കുജൻ്റെ സ്ഥാനം അതേ രാശിയിൽ തന്നെ എന്നർത്ഥം. കുജൻ ബുധൻ നല്ല ബന്ധത്തിൽ പോകുന്ന ഗ്രഹങ്ങളല്ല. അതിൽ തന്നെ കുജൻ എന്ന് പറയുന്നത് മാരകത്വമുള്ള ഗ്രഹവുമാണ്. അതിനോട് കൂടെ സൂര്യൻ ചേരുമ്പോൾ അതൊന്നും കൂടെ കട്ടി സ്വഭാവം കൂടും. അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ 5-ാം ഭാവാധിപൻ നിൽക്കുന്നത്. വാശി, കടുംപിടുത്തം, ദേഷ്യം, ഈഗോ, ഞാൻ പറഞ്ഞത് മാത്രം അനുസരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ഹുങ്ക് വച്ചുള്ള ചിന്താരീതി. ഈ 5-ലേക്ക് രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടി. എങ്ങനെയുള്ള രാഹു? ഉച്ചനായി നിൽക്കുന്ന ശനിയോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടി 5-ലേക്ക്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കുജൻ, ബുധൻ, സൂര്യൻ ഒരുമിച്ചാണ് എന്ന് പറഞ്ഞു. പ്രസ്തുത കുജൻ്റെ 8-ാമത്തെ ദൃഷ്ടി 5-ലേക്ക്, അത് ബുധൻ്റെ ക്ഷേത്രത്തിലേക്ക് വന്ന് നിൽക്കുന്നു, നല്ലതല്ല. അതേപോലെ തന്നെയാണ് ചന്ദ്രൻ്റെ 7-ാമത്തെ ദൃഷ്ടി. എങ്ങനെയുള്ള ചന്ദ്രൻ? രാഹുവിൻ്റെ 6-ാം ദൃഷ്ടിയിലും ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടിയിലും നിൽക്കുന്ന ചന്ദ്രൻ്റെ 7-ാമത്തെ ദൃഷ്ടി. അപ്പോൾ ഇവിടെ ഈ 5-ാം ഭാവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സാന്നിധ്യങ്ങൾ വന്നു? ശനിയോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ സാന്നിധ്യം, അതുവഴി ശനിയുടെ സാന്നിധ്യം. അതേപോലെ തന്നെ 5-ാം ഭാവാധിപനോടൊത്ത് നിൽക്കുന്ന കുജൻ, സൂര്യൻ, ആ 3 കോമ്പിനേഷനിൽ നിന്നുകൊണ്ടുള്ള കുജൻ്റെ 8-ാമത്തെ ദൃഷ്ടി. അതേപോലെ തന്നെ ചന്ദ്രൻ്റെ സാന്നിധ്യം, അദൃശ്യമായി ഗുളികൻ്റെയും സാന്നിധ്യം, ചന്ദ്രനിലൂടെ ഗുളികൻ്റെ കണക്ഷൻ. അപ്പോൾ ഇതെല്ലാം താങ്ങേണ്ടുന്നത് ഇദ്ദേഹത്തിൻ്റെ മനസ്സാണ്. പ്രത്യേകിച്ചും വളരെ സിമ്പിളായിട്ടുള്ള ഒരു തിയറി പറഞ്ഞു കഴിഞ്ഞാൽ
കുജനോടൊത്ത് അതല്ല എങ്കിൽ, ഗുളികനോടൊത്ത് അതുമല്ല എങ്കിൽ, ശനിയോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ 6, 7, 9, 12 ദൃഷ്ടികളിൽ ഏതെങ്കിലും ഒന്ന് ലഗ്നാൽ 5ലേക്ക് വരുന്നുണ്ട് എങ്കിൽ, ഇവിടെ അത് 12ാമത്തെ ദൃഷ്ടിയാണ്. അത്തരക്കാർക്ക് കേതു ദശ അല്ലെങ്കിൽ രാഹുദശ, അതല്ലെങ്കിൽ കേതുവിൻ്റെ അപഹാരം, അതുമല്ലെങ്കിൽ രാഹുവിൻ്റെ അപഹാരം ടഫായിരിക്കും. 18 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന രാഹുവിൻ്റെ ഒരു ക്യാപ്സ്യൂൾ വേർഷനാണ് 7 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന കേതു. വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടം. ആ ഒരു സമയത്തിൽ തന്നെയാണ് ഈ കുട്ടിക്ക് ചിന്താപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വളരെ പെക്യൂലിയറായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, ചിലപ്പോൾ 1000 പേരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ 1 2 പേർക്ക് മാത്രം സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു ചിന്താരീതി. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഈ കുട്ടിയോട് സംസാരിക്കുന്നു. ഈ കുട്ടി ചിന്തിക്കുന്നത് ആ വ്യക്തി ഇദ്ദേഹവുമായി മാത്രമേ സംസാരിക്കാവൂ എന്ന് പറയുന്ന അത്രയും വാശി, കടുംപിടുത്തം, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ചിന്ത. അതിനുവേണ്ടി വയലൻ്റ് ബിഹേവിയറൽ നേച്ചർ പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന രീതിയും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ 5ാം ഭാവം എന്ന് പറയുന്നത് അങ്ങേയറ്റം കലുഷിതമായിട്ടാണ് നിൽക്കുന്നത്. രാഹുവിൻ്റെ സാന്നിധ്യം, അതും ശനിയോടൊത്ത് നിൽക്കുന്ന രാഹു. കുജൻ്റെ 8ാമത്തെ ദൃഷ്ടി, കുജൻ ബുധൻ ശത്രുക്കളായിട്ട് നിൽക്കുന്നു. അതിൽ സൂര്യനുണ്ട്. ചന്ദ്രൻ്റെ ദൃഷ്ടി, മനസ്സിൻ്റെ കാരകഗ്രഹം ചന്ദ്രൻ. ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ചന്ദ്രനോടൊത്ത് ഗുളികൻ, ശനി, കേതു, രാഹു പോലെയുള്ള അല്ലെങ്കിൽ മോശപ്പെട്ട ഗ്രഹങ്ങൾ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ മനസ്സിൻ്റെ കാരകഗ്രഹമാണ് ചന്ദ്രൻ. അങ്ങേയറ്റം മോശമാണ്. പ്രസ്തുത ചന്ദ്രൻ ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയിലും അതുപോലെ തന്നെ രാഹുവിൻ്റെ 6ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ 7ാമത്തെ ദൃഷ്ടി മനസ്സിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ മനസ്സിന് എപ്പോഴും ഒരു ബാലൻസിങ് രീതിയുണ്ട്. ആ ബാലൻസ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഏതെങ്കിലും രീതിയിൽ മുറിവുകൾ സംഭവിക്കാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അതിജീവിച്ചിട്ട് വേണം വ്യാഴം തൻ്റെ 5ാമത്തെ ദൃഷ്ടി അവിടെ കൊടുത്ത് അതിനെ പോസിറ്റീവ് ആക്കാനായിട്ട്. വ്യാഴം നിൽക്കുന്നതാകട്ടെ ലഗ്നത്തിലാണെങ്കിലും അത് കേതുവിനോടൊത്ത് രാഹുവിൻ്റെയും ശനിയുടെയും 7ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ വ്യാഴം അവിടെ പ്രവർത്തന സജ്ജമാകുന്നതിന് ഒരല്പം കാലതാമസം എടുക്കും. കേതുദശ നടക്കുകയും ചെയ്യുന്നു. അതിൽ തന്നെ കേതുവിൽ ചൊവ്വയാണ് നിലവിൽ നടക്കുന്നത്. 17/6/2026 തൊട്ട് 13/11/2026 വരെ കേതുവിൽ ചൊവ്വ വളരെ മോശമാണ്. പഠനം പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഭംഗം, തടസ്സം, മുടക്കം സംഭവിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭം കൂടിയാകാം ഇത്തരം കേതുവും അതിൽ തന്നെ ഇത്തരം മോശം അപഹാരങ്ങളായിട്ട് വരികയും ചെയ്യുന്നത്. അതിൽ തന്നെ കേതുവിൽ ചൊവ്വയെയും കേതുവിൽ രാഹുവിനെയും കൃത്യമായിട്ടുള്ള പരിഗണന കൊടുത്ത് വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങൾ, അത് ചെറിയ രീതിയിലല്ല, അല്പം ഹെവി ആയിട്ട് ചിട്ടവട്ടത്തോടു കൂടി തന്നെ ചെയ്തു പോവുകയും അതിനോടൊത്ത് വൈദ്യസഹായം കൃത്യമായി തേടി പോവുകയും രണ്ടും ഒരേ സമയം ചെയ്തു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ കേതുവിൽ രാഹു കൂടെ കഴിയുന്ന മുറയ്ക്ക് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കാനുള്ള സാധ്യത അങ്ങേയറ്റം കൂടുതലാണ്. അവിടെയാണ് ലഗ്നത്തിൽ നിന്നുകൊണ്ട് ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് എന്നിരുന്നാൽ കൂടെ വ്യാഴത്തിൻ്റെ 5ാമത്തെ ദൃഷ്ടി അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ കൃത്യമായിട്ട് തന്നെ നടത്തി പോവുക. ഇപ്പോൾ ഒരു മോശ സമയം, മോശമായിട്ടുള്ള അപഹാരം നടക്കുന്നു, അതിനുശേഷം അതിലും മോശമായിട്ടുള്ള ഒരു അപഹാരം വരുന്നുണ്ട്. ഇത് രണ്ടും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു മുന്നൊരുക്കത്തോടു കൂടി ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളും അതിനോടൊത്ത് വൈദ്യസഹായവും തേടിപ്പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ഗുണം ഈ വ്യക്തിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു സമയം തൊട്ട് നെക്സ്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അത് 2027 ഡിസംബർ 1 ശേഷമാണ്. പൊതുവെ ഈ കേതുദശയൊക്കെ സംഭവിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കേതുവിൽ രാഹു വരെ വളരെ ടഫായിട്ട് കാണാറുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഒതുങ്ങും. ഒരു വിധപ്പെട്ടതെല്ലാം അനുഭവിപ്പിച്ച് പാഠം പഠിപ്പിച്ചു അല്ലെങ്കിൽ പഠിച്ചു എന്നൊരു ഉറപ്പ് കിട്ടുന്ന സമയത്ത് ശേഷം വരുന്ന വ്യാഴത്തിൻ്റെ അപഹാരം തൊട്ട് ഒരു സമാധാനം ധാരാളം ആളുകൾക്ക് കിട്ടി കാണാറുണ്ട്. അവിടെ തന്നെയാണ് ഈ ഗ്രഹനിലയുടെയും ക്രൂഷ്യൽ ടൈം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ശനിയുടെ അപഹാരം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാര്യം രാഹുവിനോടൊത്താണ്
ശനി നിൽക്കുന്നത്. ഇനി ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ 8 ഭാവാധിപനായിട്ടുള്ള ഗ്രഹം അഷ്ടമാധിപനാണ് ലഗ്നത്തിൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത്, ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 12 നിൽക്കുന്ന കേതു, അതുപോലെ തന്നെ അതിനോടൊത്ത് നിൽക്കുന്ന ഗുളികൻ. ഇപ്പോൾ നടക്കുന്ന അപഹാരമെന്ന് പറയുന്നത് കുജൻ അഥവാ ചൊവ്വയുടെ അപഹാരമാണ്. എന്ന് വെച്ചാൽ തത്വത്തിൽ അത് ഗുളിക ഭവനാധിപനായ കുജനാണ്. ഗുളിക ഭവനാധിപനായ കുജൻ എന്ന് പറയുമ്പോൾ കുജൻ്റെ ഭവനത്തിൽ ഗുളികൻ വസിക്കുന്നു. അവിടെ ആൾറെഡി കേതു ഉണ്ട്, അവിടേക്ക് ശനിയുടെയും രാഹുവിൻ്റെയും ദൃഷ്ടിയുമുണ്ട്. ശനിയുടെ ദൃഷ്ടി അവിടെ എത്തുമ്പോൾ അത് നീച ദൃഷ്ടിയുമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന അക്രമാസക്തമായിട്ടുള്ള ചിന്താഗതികൾ ഒക്കെ സംഭവിക്കാൻ, ഉണ്ടാകാൻ, പ്രാവർത്തികമാക്കാനൊക്കെ സാധ്യമായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് ഈ വ്യക്തി നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് ഇത്തരം ആളുകൾക്ക് ഈ കേതുവിൽ കുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ തീരെയില്ലാത്ത ഗ്രഹമാണ്. വളരെ ഫാസ്റ്റായിട്ട് പ്രതികരിക്കുന്ന ഗ്രഹമാണ്. അത് വർഗോത്തമം ചെയ്തു നിൽക്കുന്നു. അത് ഗുളിക ഭവനാധിപനുമാണ്. അതിൻ്റെ അപഹാരം നടക്കുകയും ചെയ്യുന്നു. പൊട്ടിത്തെറിയും. സ്ഫോടനാത്മകമായി ചിന്തിക്കുക, പറയുക, പ്രവർത്തിക്കുക എല്ലാം പ്രതീക്ഷിക്കണം. അതിനനുസരിച്ച് കണക്ക് കൂട്ടി തന്നെ വേണം, തന്ത്രപരമായിട്ട് തന്നെ വേണം ഇദ്ദേഹത്തോട് പെരുമാറാനായിട്ട്. കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ഇത്രയും ചെറിയ ഒരു പ്രായത്തിലുള്ള കുട്ടിയെ ഇത്രയും ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ആ ഗ്രഹനിലയുടെ നെഗറ്റിവിറ്റിയുടെ പവർ അല്ലെങ്കിൽ അതിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് റിക്വസ്റ്റഡ് വീഡിയോയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇത്തരക്കാർക്ക് കേതുദശ. അതിൽ തന്നെ ഇത്തരം കുജൻ, എല്ലാ കുജനെയൊന്നും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമില്ല. ജസ്റ്റ് ഒരു ജാഗ്രത കൊടുത്തങ്ങ് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്ന കുജൻ്റെ അപഹാരങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു രൂപത്തിൽ, ഭാവത്തിൽ, കോലത്തിൽ നിൽക്കുന്ന കുജൻ എന്ന് പറയുമ്പോൾ അത് വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നത്. കുജൻ്റെ മറുക്ഷേത്രമായിട്ടുള്ള മേടത്തിൽ ഗുളികൻ വസിക്കുന്നുണ്ട്. അതിൻ്റെ അപഹാരം നടക്കുന്നു. രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അതേപോലെ തന്നെ ശനിയുടെയും ദൃഷ്ടിയുണ്ട്. അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇത്തരം മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇവരെ മെരുക്കാൻ അല്പം പ്രയാസമാണ്. എന്ന് വെച്ചാൽ അനുസരണാശീലം വളരെ കുറവായിരിക്കും. ഞാൻ ചിന്തിച്ചത്, പറഞ്ഞത്, പ്രവർത്തിച്ചത് മാത്രമാണ് ശരിയെന്ന് വാദിച്ചുകൊണ്ടേയിരിക്കും, തർക്കിച്ചുകൊണ്ടേയിരിക്കും. അതിനു വേണ്ടി ഏതറ്റം വരെയും പോകാം. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എന്ന് മാത്രമല്ല, ഈ വ്യക്തി അതീവ ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂട്ടാണ്. അതും ഇദ്ദേഹത്തിൻ്റെ 5 ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ സൂര്യനോടൊത്ത് കുജനോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഉള്ള ചിന്തകൾ, മറ്റുള്ള ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യം 5 മിനിറ്റ് എടുക്കുന്ന കാര്യം ഇദ്ദേഹത്തിന് 5 സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു രീതിയും ഇതേ ഗ്രഹനിലയിലുണ്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡാണ്. ആ സൈഡിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കണമെങ്കിൽ പ്രസ്തുത ചൊവ്വയുടെയും അതായത് കുജൻ്റെയും പ്രസ്തുത രാഹുവിൻ്റെയും അപഹാരം ഒന്ന് തീർത്തെടുത്ത് കഴിഞ്ഞാൽ, വേണ്ട പരിഹാരവും വൈദ്യസഹായവും എടുത്തു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ അപഹാരം വരുന്ന മുറയ്ക്ക് ആ ചിന്താരീതിയിലേക്ക് തന്നെ ഇദ്ദേഹത്തെ തിരികെ വിടാൻ പറ്റുമോ എന്നതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ ചോദ്യം. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോയി കഴിഞ്ഞാൽ അതിനുള്ളൊരു സാധ്യത വീണ്ടും ഇവിടെ നിലവിൽ ആക്റ്റീവായി തന്നെ ഉണ്ട്. അവിടെയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുടെ പ്രാധാന്യം. ബുധൻ്റെ ക്ഷേത്രത്തിലേക്കാണ് വരുന്നത്. എന്നിരുന്നാൽ തന്നെയും വ്യാഴം തികച്ചും സാത്വികനാണ്. ഇവിടെ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് കൊണ്ട് അത് ജോലി ചെയ്യുന്നതിനായിട്ട്, പ്രവർത്തന സജ്ജമാകുന്നതിനൊരല്പം കാലതാമസം ഉണ്ടാകും. അത് കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ ഈ പരിഹാരങ്ങളെന്ന പേരിലൊക്കെ പല ആളുകളും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. സ്ഥിരമായി അത് ചെയ്യുക വഴി ഒരെണ്ണം ചെയ്താൽ 6 മാസം തന്നെ ഏറ്റവും നെഗറ്റീവായി മാറുന്ന പരിഹാരങ്ങൾ പോലെ പല ആളുകളും ചെയ്യുന്നതായിട്ട് വിളിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്ന അവസ്ഥ തന്നെയാണ് അതുകൊണ്ടുണ്ടാവുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നല്ലത് എന്ന് കരുതി ചെയ്യുന്ന പരിഹാരം എന്ന പേരിൽ ചെയ്യുന്ന കാര്യം അങ്ങേയറ്റം മോശമായിട്ട് മാറുന്ന അവസ്ഥ, ധനനഷ്ടം, സമയനഷ്ടം, എഫേർട്ട് കിട്ടുന്നത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള റിസൾട്ടും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചെയ്യേണ്ടതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അതല്ല എങ്കിൽ വിട്ടേക്കുക. അപ്പോൾ ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള
ഒരു ടൈം പീരീഡിലൂടെയാണ് ഈ കുട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേതുവിൽ ചൊവ്വ, കേതുവിൽ രാഹു, അവിടേക്ക് പ്രത്യേകിച്ചും 5ലേക്ക് വരുന്ന ഗുളികൻ്റെ ദൃഷ്ടിയും രാഹുവിൻ്റെ ദൃഷ്ടിയും ഏറ്റുവാങ്ങിയ ചന്ദ്രൻ്റെ 7ാമത്തെ ദൃഷ്ടി മനസ്സിൻ്റെ കാരകനാണ്, കലുഷിതമാക്കും മനസ്സിനെ. വളരെ ശ്രദ്ധിക്കുക, അങ്ങേയറ്റം ശ്രദ്ധിച്ചു മാത്രമേ ഈ ഒരു ടൈം ഈ 2 അപഹാരങ്ങളെയും പ്രത്യേകിച്ചും കടത്തി വിടാവൂ. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ രേവതിയാണ് നക്ഷത്രം, ബുധദശയിൽ ജനിച്ചു. 2023 വരെ ബുധൻ, അതിനുശേഷം 7 കൊല്ലം കേതു, പ്രസ്തുത ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള കേതു, അതിനുശേഷം 20 കൊല്ലം ശുക്രൻ. ഈ കേതു ദശ തീർത്ത് കഴിഞ്ഞാൽ വരുന്നത് ശുക്രൻ്റെ ദശയാണ്, 20 കൊല്ലക്കാലം. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നു, ലഗ്നാധിപനെയും വ്യാഴം വീക്ഷിക്കുന്നു എന്ന് വച്ചാൽ 9ാമത്തെ ദൃഷ്ടി. കൃത്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ലഗ്നത്തിൽ വ്യാഴം നിൽക്കുകയും അത് ലഗ്നാധിപനെ വീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നല്ലതാണ്. ലക്ഷം ദോഷോ ഗുരു ഹന്തി എന്ന് പറയുന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മിടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ശുക്രദശയ്ക്ക് ശേഷം സൂര്യദശ 2056 വരെ, ശേഷം ചന്ദ്രൻ 2066 വരെ 10 കൊല്ലം, ശേഷം 7 കൊല്ലം 2073 വരെ കുജദശ, അതിനുശേഷം രാഹു, ഗുരു. ഈ കുട്ടിയെ സംബന്ധിച്ച് ഏത് ദശ വരുന്ന സമയത്തും കുജൻ്റെ അപഹാരം, അതേപോലെ തന്നെ രാഹുവിൻ്റെ അപഹാരം, കേതുവിൻ്റെ അപഹാരം പോലെയുള്ള അപഹാരങ്ങളെല്ലാം തന്നെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകുന്നത് അങ്ങേയറ്റം നല്ലതാണ്. അതുപോലെ തന്നെ 5, 6, 7 ഏഴാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹമാണ് കുജൻ. പ്രത്യേകിച്ചും സൂര്യനോടൊത്തും ബുധനോടൊത്തും നിൽക്കുന്നു. മറുക്ഷേത്രത്തിൽ ഗുളികനുമുണ്ട്. വിവാഹം നടത്തി കൊടുക്കുന്നത് 100ൽ 100% ശ്രദ്ധിച്ചു മാത്രമേ ചെയ്യാവൂ. അതല്ല എങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം, വളരെ പെക്യൂലിയർ ആയിട്ടുള്ള, അല്പം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, ദേഷ്യമുള്ള, വാശിയുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ അതിനോട് ഒത്തുപോകുന്ന, ചേരുന്ന ഗ്രഹനിലകൾ മാത്രമേ ദയവ് ചെയ്ത് ചേർത്ത് കൊടുക്കാവൂ. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത 100%. അതിലൊരു ശതമാനം പോലും കുറയ്ക്കാൻ ആകില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം ശ്രദ്ധിക്കുക. നിലവിലുള്ള ഈ 2 അപഹാരങ്ങളെയും 2026 നവംബർ 13 വരെ കേതുവിൽ കുജൻ അഥവാ ചൊവ്വയുടെ അപഹാരമാണ്. അതിനുശേഷം വരുന്ന കേതുവിൽ രാഹു. ഇപ്പോൾ കേതുവിൽ രാഹു, അതല്ല എങ്കിൽ രാഹുവിൽ കേതു ഒക്കെ ഏത് രീതിയിൽ വന്നാൽ തന്നെയും ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ്. അപ്പോൾ ഇത്തരം പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗ്രഹനിലയിൽ നിലവിൽ കേതു ദശ നടക്കുകയും ചെയ്യുമ്പോൾ അതിൽ വരുന്ന രാഹുവിൻ്റെ അപഹാരത്തെ അങ്ങേയറ്റം കരുതണം. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.